ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് 11 മണിക്ക് പരിഗണിക്കുക. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതിന്റെ സ്രോതസ് ഈയിടെയാണ് കണ്ടെത്തിയത്. ഒരു പ്യൂണായിട്ടുള്ള ഒരു എയ്ഡഡ് സ്കൂളിലെ പ്യൂണാണ് ഇത്തരത്തിൽ ഈ ചോദ്യപേപ്പർ ചോർത്തിയ അധ്യാപകൻ മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിന്റെ താല്പര്യങ്ങൾക്ക് വിധേയമായാണ് തന്റെ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിരുന്നത് എന്നെല്ലാമാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും മുഹമ്മദ് ഷുഹൈബിന്റെ ഈ ഒരു വാദങ്ങളെല്ലാം തന്നെ ഇന്ന് ഈ ജാമ്യാപേക്ഷയിൽ കോടതി പരിഗണിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഷുഹൈബിനെ രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് ഇന്ന് ഈ ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ ഷുഹൈബിന് അത് നിർണായകമാകുമോ എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. നേരത്തെ ഷുഹൈബ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വരെ സമീപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് വലിയ രീതിയിൽ ഒരു പൂട്ടിട്ട് തന്നെയാണ് ഷുഹൈബിനെ പൂട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിന് ശക്തമായ ഒരു തെളിവായിരുന്നു മലപ്പുറം നെൽമുറി സ്കൂളിലെ പ്യൂണ്. ആ പ്യൂണിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റു തെളിവുകളെല്ലാം തന്നെ ക്രൈംബ്രാഞ്ച് ഇതിനോടകം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തെളിവിന്റെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും ക്രൈംബ്രാഞ്ച് ഇന്ന് താമരശ്ശേരി കോടതിയിൽ ഇന്ന് ഈ ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഈ കേസിൽ ഇത് ഹാജരാക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഷുഹൈബിന്റെ പക്കൽ നിന്നും ഈ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ക്രൈംബ്രാഞ്ച് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മറ്റ് തെളിവുകൾ എന്ന് പറയുന്നത് ഈ കസ്റ്റഡിയിൽ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കസ്റ്റഡിക്ക് ശേഷം ഷുഹൈബുമായി MS സൊല്യൂഷൻ സ്ഥാപനത്തിലും അതുപോലെ തന്നെ ചക്കാലക്കലിലെ ഷുഹൈബിന്റെ ബന്ധു വീട്ടിലടക്കം ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇന്ന് വീണ്ടും ഈ ഒരു കേസ് പരിഗണിക്കുന്ന സമയത്ത് കൂടുതൽ തെളിവുകൾ ക്രൈംബ്രാഞ്ച് ഇന്ന് സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ അബ്ദുൾ നാസർ, ഈ കേസിൽ നിർണായകമായ തെളിവായിരുന്നു അബ്ദുൾ നാസർ. ഈ അബ്ദുൾ നാസറിന്റെ പക്കൽ നിന്ന് ലഭിക്കുന്ന തെളിവുകളും അതുപോലെ തന്നെ മൊഴിയുടെ അടിസ്ഥാനത്തിലും അബ്ദുൾ നാസർ നേരത്തെ തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. താനാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഫഹദിന് നൽകിയത് എന്നുള്ളത് അബ്ദുൾ നാസർ നേരത്തെ തന്നെ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സ്കൂളിൽ തെളിവെടുപ്പ് നടത്തുമ്പോഴും അബ്ദുൾ നാസർ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉണ്ടായിരുന്നത്. സീൽ പൊട്ടിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഫോട്ടോ എടുത്ത് ഫഹദിന് നൽകുകയും അതോടൊപ്പം തന്നെ ആ സീൽ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റി പിന്നീട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്തരത്തിൽ വീണ്ടും നൽകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഈ അബ്ദുൾ നാസർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് അധ്യാപകരുടെ അടക്കം മൊഴി നേരത്തെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ MS സൊല്യൂഷൻ സ്ഥാപനം വീണ്ടും ക്രൈംബ്രാഞ്ചിനെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും വെല്ലുവിളിക്കുന്ന തരത്തിൽ വീണ്ടും രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അത് ഷുഹൈബുമായി തെളിവെടുപ്പ് നടക്കുന്ന സമയത്തായിരുന്നു വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ വിദ്യാർത്ഥികൾക്ക് മുൻപിൽ എത്തിച്ചു നൽകിയിരുന്നത്. ഇത് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കുഴപ്പത്തിലാക്കുന്ന അല്ലെങ്കിൽ ആശങ്കയിലാക്കുന്ന തരത്തിലേക്ക് വീണ്ടും ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് എത്തിക്കുകയാണ് MS സൊല്യൂഷൻ സ്ഥാപനം ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചായിരിക്കും ഇന്ന് ക്രൈംബ്രാഞ്ച് ഈ ഒരു കേസ് വീണ്ടും താമരശ്ശേരി കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഈ ക്രൈംബ്രാഞ്ച് കൂടുതലായി കോടതിയുമായി വാദിക്കാനുണ്ടായിരിക്കുക. അതുല്യ. അഭിന, എന്തായാലും ഇപ്പോൾ ഈ മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനോടൊപ്പം തന്നെ കോടതി ഇത്തരത്തിലൊരു ജാമ്യം നൽകാനുള്ള സാധ്യത വിരളമായി തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ചും മുൻപും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണനയിൽ വന്നപ്പോഴൊക്കെ ഷുഹൈബിന്റെ കേസിന്റെ ഒരു ഗൗരവം പരിഗണിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ചിനടക്കം വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നു കണ്ട് ആ ഒരു അപേക്ഷയെ എതിരായാണ് കോടതി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ കോടതിയിലുണ്ട്. അതോടൊപ്പം തന്നെ കേസിൽ പ്രധാനപ്പെട്ട മറ്റ് 2 പ്രതികൾ കൂടി എത്തിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെയും പോലീസിന്റെയും ഒരു നിലപാട് എന്താണ്? തീർച്ചയായും അത് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയായിരുന്നു. അതായത് വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുകയാണ് ഇതുവഴി നടക്കുന്നത് എന്ന് നേരത്തെ തന്നെ കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ പറഞ്ഞതും അതുതന്നെയാണ്. വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുകയാണ്, വരും തലമുറയെ ഇല്ലാതാക്കുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് എന്ന് തന്നെയാണ് നേരത്തെയും പ്രോസിക്യൂഷൻ അടക്കം വാദിച്ചിരുന്ന ഒരു കാര്യം. ഈ ഒരു പ്രോസിക്യൂഷന്റെ വാദം കോടതി ശരിവെക്കുന്നത് തന്നെയായിരുന്നു. നേരത്തെ കോഴിക്കോട് സെഷൻസ് കോടതി ആവട്ടെ അല്ലെങ്കിൽ ഹൈക്കോടതി ആകട്ടെ, ഹൈക്കോടതി അടക്കം ഈ ഒരു വാദം
അംഗീകരിക്കുന്ന തരത്തിലേക്കാണ് പോയിരിക്കുന്നത്. എന്നാൽ ഇത്തവണ ഈ താമരശ്ശേരി കോടതിയെ സംബന്ധിച്ചിടത്തോളം താമരശ്ശേരി ഇന്ന് ഈ ഒരു കേസ് പരിഗണിക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് ഒരു പക്ഷേ ഇത്തവണ ഈ ഷുഹൈബുമായി തെളിവെടുപ്പ് നടക്കുന്ന സമയത്ത് വീണ്ടും വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പർ 199 രൂപ അടച്ചാൽ വീണ്ടും ചോദ്യപേപ്പർ നൽകാം എന്ന് പറഞ്ഞുകൊണ്ടൊരു വാഗ്ദാനം നമുക്കറിയാം. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ തന്നെ ഈ ഒരു വാർത്ത പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഒരു മറുഭാഗത്ത് ഷുഹൈബിന്റെ തെളിവെടുപ്പ് നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഈ വിദ്യാർത്ഥികൾക്കായി 199 രൂപ അടച്ചാൽ നിങ്ങൾക്ക് ചോദ്യപേപ്പർ നൽകാമെന്നൊരു വാഗ്ദാനവുമായി വീണ്ടും MS സൊല്യൂഷൻ എത്തുകയും വിദ്യാർത്ഥികളെ വീണ്ടും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന രീതിയിലേക്ക് വീണ്ടും MS സൊല്യൂഷൻ എത്തുന്ന തരത്തിലാണ്. അത് മറ്റെല്ലാവരെയും വെല്ലുവിളിക്കുന്ന തരത്തിൽ തന്നെയാണ് MS സൊല്യൂഷൻ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇതെല്ലാം ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇനി കൂടുതൽ കോടതിയെ കൂടുതൽ തെളിവ് സമർപ്പിക്കാനും അതുപോലെ തന്നെ വാദിക്കാനും പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ വാദിക്കാനും അതുപോലെ തന്നെ ഷുഹൈബിന് ഒരു തിരിച്ചടി ലഭിക്കാനും സാധ്യത ഏറെയുള്ള ഒരു സംഭവം തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് എന്ന് തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത്. അതുല്യ.